രഹസ്യ സൈനിക നീക്കങ്ങൾക്ക് തേനീച്ചകൾ ഉണ്ടാകും പട്ടാളക്കാർക്കൊപ്പം. തേനീച്ചകളുടെ തലച്ചോറിൽ ചെറിയ കൺട്രോളറുകൾ ഘടിപ്പിച്ച് അവയുടെ പറക്കലടക്കം നിയന്ത്രിക്കുന്നതിനുള്ള ഗവേഷണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. അവയെ ആധുനിക സൈബോർഗുകൾ, അതായത് കൃത്രിമ ഘടകങ്ങളിലൂടെയോ സാങ്കേതിക വിദ്യയിലൂടെയോ സംയോജനം മൂലം കഴിവുകൾ വർദ്ധിപ്പിച്ച് ജീവിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. തേനീച്ചകളെ സൈബോർഗുകളാക്കി മാറ്റിയാൽ അവയെ രഹസ്യ സൈനിക നീക്കങ്ങൾക്കോ മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിലെ ദൗത്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയും. തേനീച്ചകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ബ്രെയിൻ കൺട്രോളർ ബെയ്ജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്. ഈ ഉപകരണം തേനീച്ചയുടെ പുറത്ത് കെട്ടിവയ്ക്കുകയും 3 സൂചികൾ ഉപയോഗിച്ച് അതിന്റെ തലച്ചോറിൽ തുളച്ചു കയറുകയും ചെയ്യുന്നു. പറക്കാൻ നിർദ്ദേശിക്കുന്നതിനായി അത് ഇലക്ട്രോണിക് പൾസുകൾ ഉപയോഗിച്ച് മിഥ്യാബോധം സൃഷ്ടിക്കും. ഇടത്തേക്ക് തിരിയുക, വലത്തേക്ക് തിരിയുക, മുൻപോട്ട് പോവുക, പിന്നോട്ട് പോവുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകാൻ ഇതിന് കഴിയും. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ 10 തവണ നൽകിയപ്പോൾ 9 തവണയും തേനീച്ച അനുസരിച്ചുവെന്നാണ് ഗവേഷകരെ ഉദ്ധരിച്ച് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഡ്പദങ്ങളെ ആസ്പദമാക്കിയുള്ള റോബോട്ടുകൾക്ക് മികച്ച ചലനശേഷി, മറഞ്ഞിരിക്കാനുള്ള കഴിവുകൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി എന്നിവ ലഭിക്കുമെന്ന് മൈൻഡ് കൺട്രോളർ നിർമ്മിച്ച പ്രൊഫസർ ഷാവോ ജെയ്ലോങ് പറയുന്നു. കൃത്രിമ ബദലുകളെ അപേക്ഷിച്ച് അവ മെച്ചപ്പെട്ട നിരീക്ഷണവും ദീർഘനേരത്തെ പ്രവർത്തനശേഷിയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സവിശേഷതകൾ ഭീകരവിരുദ്ധ നീക്കം, മയക്കുമരുന്ന് കടത്ത് തടയൽ തുടങ്ങിയവയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രഹസ്യ നിരീക്ഷണത്തിനും അവയെ അനുയോജ്യമാക്കുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. വണ്ടുകളെയും പാറ്റകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സിംഗപ്പൂരിൽ വികസിപ്പിച്ചെടുത്ത സൈബോർഗ് കൺട്രോളറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചൈനീസ് ശാസ്ത്രജ്ഞൻ ഈ മൈൻഡ് കൺട്രോളർ വികസിപ്പിച്ചത്. ഷഡ്പദങ്ങളുടെ ചിറകുകൾ പോലെ നേർത്തതും ഒരു ഇൻഫ്രാറെഡ് റിമോട്ട് ഉൾപ്പെടെ നിരവധി ചിപ്പുകൾ ഉൾക്കൊള്ളുന്നതുമായ പോളിമർ ഫിലിമിൽ സർക്യൂട്ടുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് ഉപകരണത്തിന്റെ ഭാരം കുറച്ചത്. നിലവിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾക്ക് കൂടുതൽ നേരം ചാർജ് നിലനിർത്താൻ കഴിയുന്നില്ല എന്നത് പ്രധാന വെല്ലുവിളിയാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബാറ്ററി വലുതാക്കിയാൽ അവ തേനീച്ചകൾക്ക് ചുമക്കാൻ കഴിയുന്നതിലും ഭാരമുള്ളതാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരേ ഉപകരണം വ്യത്യസ്ത ഷഡ്പദങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതും പ്രധാന ഒരു ന്യൂനതയാണ്. എന്നാൽ ഉപകരണത്തിന്റെ കാര്യക്ഷമത ഇനിയും മെച്ചപ്പെടുത്താനാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇനി എന്താണ് ഈ സൈബോർഗുകൾ എന്നുകൂടി പൂർണ്ണമായി വിശദീകരിക്കാം. ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. അതായത് നമ്മുടെ അരികിലൂടെ തെന്നി പാറി നീങ്ങുന്ന ഒരു തുമ്പി, അതൊരൊറ്റ നോട്ടത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷേ പിടികൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും അതിന്റെ ദേഹത്ത് ചെറിയ ചിപ്പുകളും സർക്യൂട്ടുകളും ഇതുവരെ സിനിമകളിൽ മാത്രം നാം കണ്ടിട്ടുള്ള തരത്തിലുള്ള തുമ്പികളായിരിക്കും അവ. പാതി ജീവനുള്ളതും പാതി യന്ത്രവുമായ അവസ്ഥയിൽ ജീവിക്കുന്നവയാണ് സൈബോർഗുകൾ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഹവാർഡ് ഹ്യൂസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ തുമ്പികളുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഏത് ദുർഘട പാതയിലും ചെറു ക്യാമറയുമായി കടന്നു ചെല്ലാമെന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. ചാരപ്രവർത്തനത്തിന് ഇനിയുള്ള കാലം നെടുനായകത്വം വഹിക്കുക ഇത്തരം ജീവനുള്ള ഡ്രോണുകളും ആയിരിക്കാം. CCTVക്ക് പകരം ഇത്തരം തുമ്പി ക്യാമറകൾ വീടിന് ചുറ്റും പറന്നു നടക്കുന്ന കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ. ടെക്നോളജി വിഭാഗം നിർമ്മാണ കമ്പനിയായ ഡ്രേപ്പറുമായി ചേർന്നായിരുന്നു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈബോർഗിനെ തയ്യാറാക്കിയത്. കൈവിരൽ നഖത്തോളം മാത്രമുള്ള സെൻസറുകൾ നിറഞ്ഞ ഒരു ബാക്ക് പാക്ക് ആണ് ഇതിന്റെ നിർണായക ഘടകം. ഇതോടൊപ്പമുള്ള ചെറിയൊരു സോളാർ പാനൽ വഴി പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതിയും ലഭിക്കും. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഒരാൾക്ക് ഈ തുമ്പിയുടെ പറക്കലിനെ നിയന്ത്രിക്കാം. അതിന് സഹായിക്കുന്ന ജീനുകൾ ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ തുമ്പിയുടെ ശരീരത്തിൽ എത്തിക്കുകയായിരുന്നു. തുമ്പിയുടെ നാഡീവ്യവസ്ഥയിലായിരുന്നു ജനിതക മാറ്റം വരുത്തിയത്. ന്യൂറോണുകളിലേക്ക് ലൈറ്റ് സെൻസിറ്റീവായ ഓസ്പിൻ എന്ന പ്രോട്ടീനുകൾ എത്തിക്കുകയായിരുന്നു ഗവേഷകർ. പ്രകാശത്തിലെ ഫോട്ടോണിനെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽ ആക്കി മാറ്റി കാഴ്ച സാധ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രോട്ടീനാണിത്. അതിനാൽ തന്നെ പ്രകാശത്താൽ എളുപ്പം ഉത്തേജിപ്പിക്കാനും സാധിക്കും. തുമ്പിയുടെ നട്ടെല്ലിലെ നാഡീ തന്തുക്കളെയാണ് ഓസ്പിൻ ഉപയോഗിച്ച് പ്രകാശത്തിനനുസരിച്ച് പ്രതികരിക്കും വിധമാക്കിയത്. നാഡീ തന്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രകാശ സിഗ്നലുകൾ അയക്കാനുള്ള സംവിധാനങ്ങളാണ് തുമ്പിയുടെ മേലുള്ള ബാക്ക് പാക്കിലുള്ളത്. ഓപ്ട്രോഡ് എന്നാണ് ഇവയ്ക്കുള്ള പേര്. ഇത് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും നമുക്ക് നിയന്ത്രിക്കാം. ഓപ്ട്രോഡിൽ നിന്നുള്ള പ്രകാശം നാഡീതന്തുക്കളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ചിറകുകളിലേക്ക് പറക്കാൻ നിർദ്ദേശം നൽകിയുള്ള സിഗ്നലുകളും പോകും. പിന്നെ ഈ ഓപ്ട്രോഡുകൾ എവിടെ നിന്ന് വേണമെങ്കിലും തുമ്പിയെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞല്ലോ. എവിടേക്ക് പറക്കണം, എവിടെ ഇറങ്ങണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വിദൂരത്ത് നിന്ന് തന്നെ നമുക്ക് സൈബോർഗിന് നിർദ്ദേശം നൽകാവുന്നതാണ്. പ്രാണികൾ വഴിയുള്ള പരാഗണത്തിലും ഈ തുമ്പികളേറെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടികളിൽ പറത്തി എത്തിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വലിയ ഗുണം. തേനീച്ചകളുടെ മേലും ഈ പരീക്ഷണം നടത്തിയിരിക്കുകയാണിപ്പോൾ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. തേനീച്ചകളെ നമുക്ക് കൃത്യമായി സൈനിക നീക്കങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. തുമ്പിയിലാണ് ആദ്യം പരീക്ഷണം നടത്തിയെങ്കിലും ഇപ്പോൾ തേനീച്ചകളിലേക്ക് വന്നു നിൽക്കുകയാണ്.